Gandhi wrote Hindu Swaraj in the year. Gandhi wrote Hindu Swaraj in the year. Answer 1908. 1908 Hindu Swaraj Gandhi എഴുതിയത്. Second question, they means moderates. Lick the dust of the feet that kick. Who said this? മോഡറേറ്റ്സിനെ പറ്റിയിട്ട് തീവ്ര ചിന്താഗതിയുള്ള എന്നവർ പറഞ്ഞ കാര്യമാണിത്. ആരാണത് പറഞ്ഞതെന്നുള്ളതാണ്. രണ്ടാമത്തെ ആൻസർ ഡി ആണ്, വീറ്റ്സ്വർക്കറാണ് ഇത് പറഞ്ഞത്. വീറ്റ്സ്വർക്കർ. മൂന്നാമത്തേത് ദ കോർ ഐഡിയ ഓഫ് ഏൻഷ്യൻ ഗ്രീക്ക് ഫിലോസഫി ഈസ്. Core idea of ancient Greek philosophy: social equality, liberty of the individual, good life, state sovereignty. ഉത്തരം ലിബർട്ടി ഓഫ് ദ ഇൻഡിവിജ്വൽ ആണ്. ലിബർട്ടി ഓഫ് ദ ഇൻഡിവിജ്വൽ ആണ് ഇന്നത്തെ ആൻസറായിട്ട് വരുന്നത്. ലിബർട്ടി ഓഫ് ദ ഇൻഡിവിജ്വൽ. നാലാമത്തേത് വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് പെയർസ് ഈസ് നോട്ട് എ കറക്റ്റ്ലി മാച്ച്ഡ്? Sovereignty of the truth, M.K. Gandhi. New Humanism, Arvind Ghosh. Dictatorship of proletariat, B.I. Lenin. And New Democracy, Mao Zedong. അത് ഉത്തരം വരുന്നത്, നാലാമത്തിൻ്റെ ഉത്തരം വരുന്നത് ബി ആണ്. ബി, ന്യൂ ഹ്യൂമനിസം, അരവിന്ദ് ഘോഷ്. അത് കറക്റ്റ്ലി മാച്ച് അല്ല, ബാക്കിയൊക്കെ കറക്റ്റ്ലി മാച്ചാണ്. സോവർജിനിറ്റി ഓഫ് ദ ട്രൂത്ത് എം കെ ഗാന്ധിയുടെ തന്നെയാണ്. അഞ്ചാമത്തേത് ഹൂ അമംഗ് ദ ഫോളോവിങ് ഫിലോസഫേഴ്സ് ഈസ് ഫേമസ് ഫോർ അഡോപ്റ്റിംഗ് ദ ഗോൾഡൻ മീൻ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഫിലോസഫർ ആരാണെന്നുള്ളതാണ് അഞ്ചാമത്തെ ചോദ്യം. ബി അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിൽ ഈസ് ദ പേഴ്സൺ ഹൂ ഹാസ് ദിസ് ഐഡിയ ഓഫ് ഗോൾഡൻ മീൻ. അരിസ്റ്റോട്ടിൽ, ഗോൾഡൻ മീൻ. അടുത്തത് study of political system of country at one time in all its context is known as the configurative approach, comparative approach, structural approach, behavioral approach. ആറാമത്തെ ഉത്തരം വരുന്നത് ബി ആണ്. കമ്പാരിറ്റീവ് അപ്രോച്ച് ആണ് ഉത്തരവായിട്ട് വരുന്നത്. കമ്പാരിറ്റീവ് അപ്രോച്ചിലാണ് the study of political system of the country at one time in all its contexts is known as. അടുത്തത് ഏഴാമത്തേതാണ് ലിമിറ്റഡ് ഗവൺമെൻറ് ഹാസ് ദ ക്ലോസ് അഫിനിറ്റി. ലിമിറ്റഡ് ഗവൺമെൻറ്റിന് ഉണ്ടാകുന്ന ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എവിടെയാണ്? സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, ജുഡീഷ്യൽ സുപ്രീമസി, ടു-പാർട്ടി സിസ്റ്റം, റൂൾ ഓഫ് ലോ. ഏഴാമത്തിന് ഉത്തരം വരുന്നത് റൂൾ ഓഫ് ലോ ആണ്. റൂൾ ഓഫ് ലോ ആണ് ലിമിറ്റഡ് സിസ്റ്റം ഓഫ് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. റൂൾ ഓഫ് ലോ. എട്ടാമത്തതിന് റെസിഡറി പവർ റെസ്റ്റ് വിത്ത് ദ സ്റ്റേറ്റ്. states units in the political system of, അതായത് ഡെസിഡറി പവർ. മൂന്ന് ലിസ്റ്റിലും വരാത്ത ഡിപ്പാർട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒന്ന് ഏത് സ്റ്റേറ്റിലാണോ യൂണിയനിലാണോ? അത് സ്റ്റേറ്റിലാണ് ഉണ്ടാവും. അപ്പോൾ അത് സ്റ്റേറ്റിലുണ്ടാവുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. USA ആൻഡ് ഇന്ത്യ, USA ആൻഡ് സ്വിറ്റ്സർലാൻഡ്, സ്വിറ്റ്സർലാൻഡ് ആൻഡ് ഇന്ത്യ, ഇന്ത്യ ആൻഡ് UK. ഉത്തരം വരുന്നത് എട്ടാമത്തെ ഉത്തരം വരുന്നത് എ ആണ്. USA ആൻഡ് ഇന്ത്യയിലാണ് റെസിഡ്യൂറി പവർ റെസ്റ്റ് വിത്ത് ദ സ്റ്റേറ്റ് യൂണിറ്റ് ഇൻ ദ പൊളിറ്റിക്കൽ സിസ്റ്റം. ഇത് ശരിയാണോ എന്നുള്ളതൊരു സംശയമാണ്. റെസിഡ്യൂറി പവർ റെസ്റ്റ് വിത്ത് ദ സ്റ്റേറ്റ് യൂണിറ്റ്സ് ഇൻ ദ പൊളിറ്റിക്കൽ സിസ്റ്റം ഓഫ് USA ആൻഡ് ഇന്ത്യ.
But who among the following is the dependency theorist? ബി ആണ്. എസ്.സി. ഫൈനറാണ് ഉത്തരം. എസ്.സി. ഫൈനറാണ് ആൻസർ വരുന്നത്. എസ്.സി. ഫൈനർ. Which of the following is not the feature of the parliamentary system? Collective responsibility, close relationship between legislative and executive, leadership of prime minister, fixed tenure of the government. സിസ്റ്റത്തിൻ്റെ ഫീച്ചർ ഏതാണ്? നോട്ട് ദ ഫീച്ചർ. പാർലമെൻ്ററി സിസ്റ്റത്തിൻ്റെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, legislature and executive, close relationship, leadership of the prime minister, fixed tenure of the government. 10ാമത്തേന് ഉത്തരം വരുന്നത് എ ആണ്. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. Who of the following was not an extremist? 11ാമത്തെ ചോദ്യമായിട്ട് വരുന്നത് who is not an extremist? ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാൽ ഗംഗാധര, ഗോപാലകൃഷ്ണ ഗോഖലെ. എക്സ്ട്രീമിസ്റ്റ് അല്ലാത്തത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് എക്സ്ട്രീമിസ്റ്റ് അല്ലാത്തത്. 3 പേരും എക്സ്ട്രീമിസ്റ്റുകളാണ്. 12ാമത്തെ ഉത്തരം. Which of the following is not part of fundamental duties under Indian Constitution? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി അല്ല എന്ന് പറയുന്ന to uphold, protect the sovereignty and unity integrity of India, to safeguard public property and abjure the violence, to provide opportunities to education to his child as case may be ward between the age of 6 and 14, to help the organizing village panchayat. അതിനകത്ത് 4ാമത്താണ്, ഡി ആണ് വരുന്നത്. ഉത്തരം കറക്റ്റാണ്, ഡി ആണ്. ബാക്കിയൊക്കെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയിൽ വരുന്നതാണ്, ഡി ആണ്. ഓക്കെ.